സംസ്ഥാന തദ്ദേശ സ്ഥാപനങ്ങളിലെ വാർഡ് വിഭജന ക്രമക്കേട് പരിഗണിക്കുന്നത് രേഖാമൂലം ലഭിക്കുന്ന പരാതികളിന്മേൽ മാത്രം. പ്രതിഷേധ യോഗവും വാർത്താക്കുറിപ്പും പരാതിയായി പരിഗണിക്കില്ല. ഡിസംബർ 3 വരെയാണ് പരാതികൾ നൽകാനുള്ള സമയം. തദ്ദേശ സ്ഥാപനങ്ങളിലെ വാർഡ് വിഭജനത്തിന്റെ കരട് റിപ്പോർട്ടുകളെ സംബന്ധിച്ച് പ്രതിഷേധ യോഗം കൂടിയാലും വാർത്താക്കുറിപ്പിറക്കിയാലും സംസ്ഥാന ഡീലിമിറ്റേഷൻ കമ്മീഷൻ പരാതിയായി പരിഗണിക്കില്ല. പരിഗണിക്കണമെങ്കിൽ ഡീലിമിറ്റേഷൻ കമ്മീഷൻ നിർദ്ദേശിച്ചിട്ടുള്ള മാനദണ്ഡങ്ങൾ ലംഘിച്ചുവെന്ന് ബോധ്യപ്പെടുന്ന തരത്തിൽ അവ രേഖാമൂലം നൽകണം. സംസ്ഥാന ഡീലിമിറ്റേഷൻ കമ്മീഷൻ സെക്രട്ടറിക്കോ ജില്ലാ കളക്ടർക്കോ രജിസ്റ്റേർഡ് തപാലായും ഇവ സമർപ്പിക്കാം. ഡീലിമിറ്റേഷൻ കമ്മീഷന്റെ മേൽവിലാസം ഇങ്ങനെയാണ്: സംസ്ഥാന ഡീലിമിറ്റേഷൻ കമ്മീഷൻ, കോർപ്പറേഷൻ ബിൽഡിംഗ്, 4ാം നില, വികാസ് ഭവൻ PO, തിരുവനന്തപുരം. രേഖകളുണ്ടെങ്കിൽ അവയുടെ സ്വയം സാക്ഷ്യപ്പെടുത്തിയ പകർപ്പുകളും നൽകണം. ഡിസംബർ 3 വരെയാണ് ഇതിനുള്ള സമയം. നിർദ്ദിഷ്ട വാർഡിന്റെ അതിർത്തിയും ജനസംഖ്യയും ഭൂപടവുമാണ് കരട് വിജ്ഞാപനത്തോടൊപ്പമുള്ളത്. ലഭിക്കുന്ന ആക്ഷേപങ്ങളും അഭിപ്രായങ്ങളും ഡീലിമിറ്റേഷൻ കമ്മീഷൻ പരിശോധിച്ച് ആവശ്യമായ തുടർ നടപടി സ്വീകരിക്കും. ജില്ലാ കളക്ടർ മുഖേനയാണ് ഇത് സംബന്ധിച്ച് അന്വേഷണം നടത്തുക. അന്വേഷണ ഉദ്യോഗസ്ഥർ ആവശ്യമെങ്കിൽ പരാതിക്കാരിൽ നിന്നും നേരിട്ട് വിവരശേഖരണം നടത്തും. ജില്ലാ കളക്ടർ വ്യക്തമായ ശുപാർശകളോടുകൂടി ഡീലിമിറ്റേഷൻ കമ്മീഷന് റിപ്പോർട്ട് സമർപ്പിക്കും. ആവശ്യമെങ്കിൽ പരാതിക്കാരെ നേരിൽ കേട്ട് കമ്മീഷൻ പരാതികൾ തീർപ്പാക്കും. അതിനുശേഷമാണ് ആദ്യഘട്ട വാർഡ് പുനർവിഭജനത്തിന്റെ അന്തിമ വിജ്ഞാപനം പുറപ്പെടുവിക്കുക. ഇടുക്കി വിഷൻ, കുമളി.